റേപ്പിസ്റ്റ് ഓൾവേസ് റേപ്പിസ്റ്റ്, മനസ്സിലായി. അത് ഹസ്ബൻഡ് ആണെങ്കിൽ പോലും. വിസ്മയുടെ വോയിസ് ഒരു പ്രാവശ്യം ഞാൻ കേട്ടിട്ട് എനിക്ക് കണ്ണ് നിറഞ്ഞു. അതിനകത്ത് അച്ഛാ ഞാൻ തിരിച്ചു വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ മക്കളെ ഇതാണ് കുടുംബം, നീ അങ്ങ് സഹിച്ച് നിൽക്കുക. ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ, നമ്മൾ ഈ വെള്ള പൊതിഞ്ഞ് വരണേക്കാൾ എത്രയോ നല്ലത് കൊച്ചു ജീവനോടെ വരുന്നത്. എൻ്റെ അടുത്തൊന്ന് പെമ്പിള്ളേർ പറയണത് എൻ്റെ ജീവിതം പോയി. ഞാൻ ചോദിച്ചാൽ എങ്ങനെ പോയി? അല്ലെങ്കിൽ ഞാൻ അവൾക്കൊരു ജീവിതം കൊടുത്തു, ആരാ ജീവിതം കൊടുക്കാനും എടുക്കാനും? പിന്നെ ചിലർ വന്ന് എന്നോട് വന്നിട്ട് മാഡത്തിന് പറയും ഞാനൊന്ന് തല്ലിയിട്ട് പോലും ഇല്ല. കല്യാണം എന്ന് പറയുന്നത് ലൈഫ് ലോങ് സെക്സ് സ്ലേവ് ആയിട്ടിരിക്കാമെന്നുള്ളൊരു ലൈസൻസ് ഒന്നും അല്ല. ഡിവോഴ്സും ചെയ്യാൻ പറ്റൂല, ഇതിനെ കളയാനും പറ്റുന്നില്ല, സഹിക്കാനും പറ്റുന്നില്ല. ഈ ഒരു കാരണം ആയതുകൊണ്ട് പുറത്ത് പറയാനും പറ്റുന്നില്ല. ഒരു ഷൈനസ് വരും. ഞാനിനി വേറെ പോണോ എന്നാണ് ചോദിക്കുന്നത്. വേറെ സ്ത്രീകളുടെ അടുത്ത് പോകണോ? സ്റ്റക്കാവും. അപ്പോൾ പിന്നെ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ഫുൾ ബോഡി അത്രയും വീക്കായിട്ടുണ്ടാവും. എന്നിട്ട് ഈ ഭാര്യ വിചാരിക്കണം എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു എനിക്ക് ഇയാളിൽ നിന്ന് അടി കിട്ടിയാലും ഞാൻ അയാൾക്ക് സെർവ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന്. ഇത് കണ്ട് പാനിക് അറ്റാക്സ് വരുന്ന കുട്ടികളെ വരെ കണ്ടിട്ടുണ്ട്. ഈ ട്രോമ എല്ലാം വലിച്ചുകൊണ്ട് പോയിട്ട് അവനൊരു വേറൊരു വൃത്തികെട്ട ഒരു ക്രിമിനൽ ആവാം, അല്ലെങ്കിൽ വേറെ രീതിയിലാവാം, റിലേഷൻഷിപ്പിൽ മോശം സ്വഭാവമാവാം. അപ്പോൾ എനിക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അതുപോലെ ഒരുപാട് സ്നേഹിച്ചിട്ട് ഭാര്യ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയിട്ട് അല്ലറി വിളിച്ച് കരയണ പുരുഷൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഒന്നിലും മരിക്കണം അല്ലെങ്കിൽ ജീവിക്കണം. അപ്പം ഇനി പിന്നെ മരിക്കുന്നതിനേക്കാൾ എന്തായാലും ജീവിക്കാം എന്ന് തോന്നുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ആ മൊമെൻറ്റിൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കാനില്ല. എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ എന്താ പറയുക, ഒരു പുരുഷ വിദ്വേഷി എന്ന് പറഞ്ഞ ഒരു ലേബൽ എനിക്കുള്ള, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അല്ല. അപ്പോൾ ആ സമയത്തുള്ള പുരുഷൻ്റെ എന്നോടുള്ള അപ്രോച്ച്, ഒറ്റയ്ക്കായിരുന്ന സമയത്ത് ജീവിതം എന്താ രാംകൊച്ചിനോ നോക്കിക്കൊള്ളാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അനുഭവിച്ചത്. ഞാൻ എപ്പോഴും വിചാരിക്കും ഓരോരുത്തർ വരുമ്പോൾ അയ്യോ ഇവരായിരിക്കും എന്നെ രക്ഷപ്പെടുന്നത്, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിയിരുന്നെങ്കിലെന്ന്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹലോ ആൻഡ് വെൽക്കം ടു ലൈഫ് നെറ്റ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് അഡ്വക്കേറ്റ് ശൈല റാണിയാണ്. വെൽക്കം. താങ്ക് യു. ഭയങ്കര എന്താ പറയുക, ഹാപ്പിനെസ് നമുക്കിങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ അഡ്വക്കേറ്റ്സിനെ കാണുമ്പോഴേക്ക് നമുക്കിങ്ങനെ ഡൗട്ട്സ് ആയിരിക്കും, ഇവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും, എപ്പോഴും കേസസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് സ്ട്രെസ്ഫുൾ ആയിരിക്കുമോ? എല്ലാ ജോലിയുടേത് പോലെ സ്ട്രെസ് ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈറ്റ് അല്ലേ, ബാക്കിയൊന്നും അല്ലല്ലോ. ഓപ്പോസിറ്റ് എതിർ ഭാഗമുണ്ട്, പിന്നെ ഇമോഷൻസ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ ക്യാരി ചെയ്യും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ ഭയങ്കര പാഷനായിട്ടുള്ളൊരു ജോലി ആയത് കാരണം ഞാൻ ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ വരുമ്പം കുറച്ചുകൂടെ ഫാമിലി, ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ച് ജീവിച്ചിരുന്നവർ, പണ്ട് ഞാൻ ജൂനിയറായി എൻറോൾ ചെയ്ത സമയത്ത് കോടതിയിൽ വരുമ്പം ഞാൻ വിചാരിക്കും അയ്യോ ഇവരെങ്ങനെ ഒരുമിച്ച് ജീവിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇവർക്ക് എങ്ങനെ പിരിയാൻ പറ്റണം. ഞാൻ എൻറോൾ ചെയ്ത് വന്നത് അപ്പോൾ പിന്നീടാണ് മനസ്സിലായത് അതിൻ്റെയൊക്കെ എത്രത്തോളം ആഴമുണ്ട് എന്നുള്ള രീതിയിൽ. പിന്നെ സ്ട്രെസ് എല്ലാ ജോലിയുടെ പോലെ ഉണ്ട്, ഇത് ഇച്ചിരി കൂടുതലാണെന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരുപാട് ഫീൽഡ്സ് ഉണ്ടല്ലോ, അതായത് അഡ്വക്കേറ്റ്സ് തന്നെ പല രീതിയിലുള്ള കേസസ് എടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ മാഡം എന്തായിരിക്കും അതിൽ ഈ പറയുന്ന പോലെ ഫാമിലി റിലേറ്റഡ് ഡിവോഴ്സ് കേസസ് ആ ഒരു സ്ട്രീമിലോട്ട് ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു കാരണം? എനിക്കിത് ഭയങ്കര താല്പര്യം തോന്നിയിരുന്നത് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് LLB പ്ലസ് കുറച്ച് ഡേഞ്ചർ ഡാർക്ക് പീരീഡ് ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന പോലെ ഒരു 6 വർഷത്തെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നല്ലോ. മാരിറ്റൽ റിലേഷൻഷിപ്പ് ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവും അതിൽ പെട്ടുപോയിട്ടുള്ളവർക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കണമല്ലോ എല്ലാ സ്വർഗ്ഗമല്ല, നമുക്ക് വെളിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പിന്നെയും പരിഹരിക്കാൻ പറ്റും. വീട്ടിനുള്ളിൽ സ്വസ്ഥതയും സമാധാനവും പോയി ഒരു ഭയങ്കര ഒരു വയലൻസ് ആവട്ടെ അല്ലെങ്കിൽ ഇമോഷണൽ ടോർച്ചർ ആവട്ടെ, നമ്മളങ്ങനെ എല്ലാ രീതിയിലും മാറും. നമ്മുടെ ബിഹേവിയർ, കരിയർ, നമ്മുടെ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ എല്ലാം മാറിക്കൊണ്ടിരിക്കുക. പാരൻറ്റിങ് എല്ലാത്തിനും നമ്മൾ ഈ പാർട്ട്ണർ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ ബിഹേവിയറിലോ അല്ലെങ്കിൽ അയാളിൽ നിന്നുള്ള ടോർച്ചറോ കാരണം മാറും. പിന്നെ അങ്ങനെ നോക്കിയ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഫുൾ ടൈം ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഇത് മാത്രമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഞാൻ ബ്രേക്ക് ഡൗണിൽ നിന്ന് മെൻ്റലി ഞാൻ വീക്കായിട്ടാണ് പ്രൊഫഷന് എനിക്കിതാണ് പറ്റിയതെന്ന് ഞാൻ സെലക്ട് ചെയ്ത് അതിൽ ഞാൻ സക്സസ് ആയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്ക് വേണ്ടി സ്വന്തമായിട്ട് ശബ്ദം ഉയർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ ഒരുപാടായി വരുന്നുണ്ട്. എനിക്കൊന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പും ഡിവോഴ്സ് ആണെങ്കിൽ ആളുകളുടെ ജഡ്ജ്മെൻറ്റ്സ് ഒരുപാട് ടൈപ്പിലായിരിക്കും. അത് പേടിച്ച് സഹിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. മാമിനെ അതിൽ നിന്ന്
കുറച്ച് ഡിഫറെൻ്റ് ആക്കാൻ സഹായിച്ച ആരാണ്? സ്വന്തമായിട്ട് ഞാൻ എനിക്ക് വേണ്ടി നിൽക്കാം എന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ടോ, അതോ ഞാൻ തന്നെയാണ്. എനിക്കൊരു സേവിയർ ഇല്ല. ഞാൻ എപ്പോഴും വിചാരിക്കും ഓരോരുത്തർ വരുമ്പോൾ അയ്യോ ഇവരായിരിക്കും എന്നെ രക്ഷപ്പെടുന്നത്, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ എന്ന്. എന്നെ രക്ഷപ്പെടുത്തിയത് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം ഒന്നെന്ന് പറയുന്നത് ഞാനുള്ളത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ തിരിച്ചറിയുമല്ലോ നമ്മുടെ സ്ട്രെങ്ത്. എനിക്ക് തോന്നുന്നു ഏതൊരു വ്യക്തിക്കും അതുണ്ട്, അത് ഉള്ളിലുണ്ട്. അതെന്നാണ് ആരും വരില്ല, നമ്മൾ ആരും രക്ഷിക്കാനില്ല, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നറിയുമ്പം വരുന്ന ഒരു ഫയർ ഉണ്ട്. എന്ന് വെച്ചാൽ ഡു ഓർ ഡൈ, ഒന്നിലും മരിക്കണം അല്ലെങ്കിൽ ജീവിക്കണം. അപ്പം ഇനി പിന്നെ മരിക്കുന്നതിനേക്കാൾ എന്തായാലും ജീവിക്കാം എന്ന് തോന്നുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ആ മൊമെൻറ്റിൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കാനില്ല. എന്ത് കിട്ടിയാലും ബോണസ്, കാരണം സീറോയിലോട്ട് പോയത്. പിന്നെ അങ്ങോട്ടങ്ങ് ആ ഒരു മൊമെൻ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും നമുക്ക് കേൾക്കില്ല. കാരണം ജീവനോടെ ഇരിക്കുന്നത് തന്നെയാണ് ആരോ പറയുന്ന പോലെ സന്തോഷത്തോടെ അല്ല, സമനില തെറ്റാതെ ജീവിക്കുക എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രധാനം എന്നുള്ള പോലെ ജീവനോടെ ഇരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം എന്നുള്ള ആ ഒരു മൊമെൻറ്റിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പം പിന്നെ ഞാൻ ഫുള്ളി എൻഗേജ്ഡ് ആയിരുന്നു. ഫുള്ളി പ്രൊഫഷണലി ഞാൻ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു. മോളും കരിയറും ഈ രണ്ടും മാത്രമേ എൻ്റെ മുമ്പേ ഉണ്ടായിരുന്നുള്ളൂ. ലൈഫിൽ എപ്പോഴെങ്കിലും ആ ഒരു പോയിന്റിൽ സ്റ്റക്കായി നിന്നിട്ടുണ്ടായിരുന്നോ? ഒരുപാട് പ്രാവശ്യം. അങ്ങനെ ഒരു പോയിന്റ് ഒന്നൊന്നുമല്ല, പല പല പ്രാവശ്യങ്ങളിൽ. എന്ത് ചെയ്യും, ഇനി മുന്നോട്ട് ഒട്ടും പോകാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഴും എഴുന്നേൽക്കും, വീഴും എഴുന്നേൽക്കും, നിലവിളിക്കും, കരയും, എഴുന്നേൽക്കും, ഇങ്ങനെയാണ്. അല്ലാതെ ഒരിക്കലും നമ്മൾ വിചാരിക്കണമല്ലോ ഒരിടത്ത് മാത്രം സ്റ്റക്കായി അത് തുറന്നു കഴിഞ്ഞാൽ ഇതേ പിന്നെ ഈസി ആയിട്ട് പോകുന്നില്ല. പിന്നെയും വരും, ഓരോ തിര വരുന്ന പോലെ അതിനെ ചാടിക്കിടക്കും. അടുത്ത് പിന്നെയും വിചാരിക്കും ആ ശരിയാ ഇതാ പോയി, ദേ വരണം അടുത്തവരണം, എന്തെങ്കിലുമൊക്കെ വരും. അങ്ങനെ പോളിഷ് ചെയ്ത് വരുന്നതാണ്. വന്നിട്ട് പലപ്പോഴും നമുക്ക് തോന്നും ഭയങ്കരമായിട്ട് സ്റ്റക്കായി പോകും, മുന്നോട്ട് പോകാൻ പറ്റൂലേ, എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിൽക്കേണ്ടി വരുമോ എന്നൊക്കെ. പക്ഷേ പോവും, എന്തായാലും അത് ക്ലിയർ ആയി വരും. ആ സൊസൈറ്റി എങ്ങനെയായിരുന്നു ശൈല റാണിയെ അന്ന് ട്രീറ്റ് ചെയ്തത്? അയ്യോ ഭയങ്കര മോശമായിരുന്നു. ഇന്നത്തെ ഒരു അവസ്ഥയൊന്നുമില്ല. ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് ഞാനെങ്കിലും ഉണ്ടല്ലോ, എനിക്ക് അതുകൂടി ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എൻ്റെ കരിയറിൽ തന്നെ ഞാനിപ്പോൾ ജൂനിയർ അഡ്വക്കേറ്റാണ്. ആ ജൂനിയർ അഡ്വക്കേറ്റായിട്ട് ഞാനിപ്പം എൻ്റെ ആ കൊളീഗ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ എൻ്റെ സീനിയർ അഡ്വക്കേറ്റ്സിൻ്റെ ഇടയിലെന്നൊക്കെ ഞാൻ അവരോടൊക്കെ സംസാരിക്കുന്ന സമയത്തും അവരും സഹിച്ചു ക്ഷമിച്ചു ഇതൊക്കെ പോട്ടെ, കൊച്ചുണ്ടല്ലോ, ആ രീതിയിലാണ് പോയി. അതേസമയം നമ്മൾ സെപ്പറേറ്റ് ആയപ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ എന്താ പറയുക ഒരു പുരുഷ വിദ്വേഷി എന്ന് പറഞ്ഞ ഒരു ലേബൽ എനിക്കുള്ള, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അല്ല, എനിക്ക് ഈ ആണഹങ്കാരത്തിനെതിരാണ്. ശരിക്കും എൻ്റെ ലൈഫിൽ നിന്ന് കിട്ടിയ എൻ്റെ ഹസ്ബൻഡിൽ നിന്നുള്ള അതിനേക്കാളും കൂടുതലും ആ സിംഗിൾ പീരീഡ്, എൻ്റെ ഏർലി 30s ഞാൻ സിംഗിളായത്, ഇപ്പോൾ ഞാൻ 50-ലെത്തി. അപ്പോൾ ആ സമയത്തുള്ള പുരുഷൻ്റെ എന്നോടുള്ള അപ്രോച്ച്, ഒറ്റയ്ക്കായിരുന്ന സമയത്ത് ജീവിതം എന്താ രാംകൊച്ചിനോ നോക്കിക്കൊള്ളാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അനുഭവിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ പെൺപിള്ളേർക്കൊക്കെ അതൊക്കെ കുറച്ചുകൂടെ ഫാമിലിയുടെ സപ്പോർട്ടുണ്ട്. എൻ്റെതൊരു ലവ് മാരേജ് ആയത് കാരണമായിരിക്കാം ഫാമിലിയിൽ നിന്ന് അങ്ങനെ കുറ്റപ്പെടുത്തലുകൾ 4 സൈഡും, കൊച്ചിനെ എങ്ങനെ വളർത്തണമെന്നുള്ള ഇത്. പിന്നെ കേസ് കിട്ടണമെങ്കിൽ നമുക്ക് അന്ന് ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്, പുരുഷ മേധാവിത്വമുള്ള ഒരു ഇതെല്ലായിടും പ്രൊഫഷനിലുള്ളതുപോലെ പുരുഷ അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെയൊക്കെ സ്ത്രീകൾക്ക് ഫൈറ്റ് ചെയ്ത് വരാൻ മുന്നോട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പം പെൺപിള്ളേർ ഇഷ്ടം പോലെ ഇറങ്ങുന്നുണ്ട് കേട്ടോ, അന്നൊക്കെ വളരെ കുറവാണ്. ഞങ്ങളുടെ കൂടെ പ്രാക്ടീസ് ചെയ്ത് തന്നെ ഇപ്പം നോക്കുകയാണെങ്കിൽ വിരലിൽ എണ്ണാവുന്ന സ്ത്രീകളേ ഉള്ളൂ. ഇപ്പം ഞാൻ 26 ഇയേഴ്സായി, ബാക്കി എല്ലാവരും വീട്ടമ്മയായിട്ടും വേറെ ജോലിയിലൊക്കെ പോകുന്നുണ്ട്. സൊസൈറ്റി എനിക്ക് കിട്ടിയ ട്രീറ്റ്മെൻറ്റ് ഒട്ടും നന്നായിരുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ പറയണത് ക്യാരക്ടർ, ഒരു പെണ്ണിനെ ഏറ്റവും കൂടുതൽ തളർത്തുന്നതെന്ന് അവൾ ശരിയല്ല കേട്ടോ, ചുമ്മാ അല്ല വൈകിട്ട് പോയത്, ഇതാണ് നമ്മളങ്ങ് തകർന്ന് തരിപ്പണമാവും. അപ്പം അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴും ഞാനത് ഡോൺ കെയർ, ഒരു 40+ കഴിഞ്ഞപ്പോഴേക്കും ഇവരാരും അല്ല എൻ്റെ കൊച്ചിനെ വളർത്തുന്നത്, ഇവരാരും അല്ല എൻ്റെ ഞാൻ കരഞ്ഞ് കണ്ണുനീര് കാണുന്നത്, ഇവരാരും എനിക്ക് ഒന്നിനും സപ്പോർട്ട് ചെയ്തില്ല. പിന്നെ ഇവരുടെ വാക്കുകൾ ഞാൻ എന്തിനു കേൾക്കണം? ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ചോദിക്കും, ഞാൻ മൂവ് ഓൺ ചെയ്യും. നമ്മൾ അറിഞ്ഞാൽ പോരെ. അതെ, ഒരു ലവ് മാരേജ് എന്നൊക്കെ പറയുമ്പോഴേക്ക് ചിലപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ റിലേഷനിലായിരുന്നായിരിക്കാം. പലരും എനിക്ക് തോന്നുന്നു ലവ് മാരേജിന് ശേഷം ഈ പറയുന്ന പോലെ ഡൊമസ്റ്റിക് അബ്യൂസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഒത്തുപോകാൻ പറ്റാത്തപ്പോൾ അവർ വിട്ടുമാറാതെ നിൽക്കുന്നത് ചിലപ്പോൾ ഞാനായിട്ട് തിരഞ്ഞെടുത്തതല്ലേ. അപ്പോൾ സൊസൈറ്റി ഒരുപാട് പേടിക്കും
കളിയാക്കലുകൾ ഉണ്ടാവും, അവര് ലവ് മാരേജ് അങ്ങനത്തെ കേസസ് വരാറുണ്ടോ? അല്ല, ഒരുപാടുണ്ട്. പിള്ളേർ വന്നിട്ട് ഇങ്ങനെ ഈ ലവ് മാരേജ് ആയിട്ട് എന്നിട്ട് അന്നേ അച്ഛൻ പറഞ്ഞതാ ശരിയാവൂല, അല്ലെങ്കിൽ അന്ന് അമ്മ പറഞ്ഞതാ, അവർ പറഞ്ഞതാ, പക്ഷെ ഞാൻ പിന്നെയും നോക്കി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ആരെന്ത് വേണോ പറഞ്ഞോട്ടെ, നമ്മുടെ ലൈഫാണ്, നമ്മൾ ഈ ലൈഫ് ഡിസേർവ് ചെയ്യും. നമ്മൾ നല്ല രീതിയിൽ സമാധാനവും സന്തോഷമായിട്ട് ജീവിക്കാൻ ഏതൊരു വ്യക്തിയും ഡിസേർവ് ചെയ്യുന്നുണ്ടല്ലോ. അത് ഇനിയിപ്പോൾ വേറൊരാൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടോ ആരെങ്കിലും ബോധ്യപ്പെടുത്താനോ അങ്ങനെ ചെയ്യരുത്. ഇപ്പം ഡിവോഴ്സ് ചെയ്യണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ആ ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് മാറിയെങ്കിലും ജീവിക്കാമല്ലോ, സെപ്പറേറ്റ് ആയിട്ടെങ്കിലും ജീവിക്കാമല്ലോ. ഡിവോഴ്സൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലാസ്റ്റ് വേർഡാണ്, എൻഡ് ചെയ്യാനാണ്, മാരേജ് എൻഡ് ചെയ്യണം. അത് വേണോ വേണ്ടതെന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കും. പക്ഷേ ഒരു നല്ലൊരു ജീവിതം നിങ്ങൾ അർഹിക്കുന്നില്ലേ? അതെ. മാമിനെ കുറിച്ചിട്ട് ചിലപ്പോൾ എല്ലാവരും കരുതും ലൈക്ക് ഡിവോഴ്സ് അത് മാത്രമാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും അവരുടെ തമ്മിലുള്ളൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് വന്ന് സംസാരിച്ചതിന് ശേഷം വീണ്ടും ഒന്നിച്ചു പോയിട്ടുള്ള കേസ്? ഞാൻ ഒന്നിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും വിചാരിക്കണമല്ലേ. പിന്നെ ഞാനിപ്പോൾ വന്ന് കൗൺസിലേഴ്സിനെ വെച്ച്, ഓഫീസിൽ തന്നെ സൈക്കോളജിസ്റ്റിനെ വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ എടുക്കുന്ന തീരുമാനത്തിൽ ഇപ്പോൾ തെറ്റായി പോയാലും അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ മാത്രമേ, അപ്പോൾ എനിക്കൊരു റിഗ്രറ്റ് ഉണ്ടാവില്ല. ഞാൻ പ്രൊഫഷണലി ഡിവോഴ്സ് ലോയറല്ലേ. അപ്പോൾ ചില സമയത്ത് എനിക്ക് തോന്നും ചിലപ്പോൾ ഞാനായിട്ട് അങ്ങനെയല്ല, ഞാൻ ഇവരോട് ചോദിക്കും നിങ്ങൾ ഡിസിഷൻ കറക്റ്റാണോ എന്നൊക്കെ. പിന്നെ ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാലേ, ഇവർ ഒരു ദിവസം കൊണ്ടല്ല ഓടി വന്ന് എൻ്റെ അടുത്ത് തലേന്നൊരു അടി കിട്ടിയിട്ടല്ലായിരിക്കും വന്നിട്ട്. അപ്പോൾ അവരാണ് ജീവിച്ചത്. അപ്പോൾ അവർ വന്നിട്ട് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ചോ, തീർത്ത് പറഞ്ഞതാണോ, നമുക്ക് നോക്കിയാലോ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. പിന്നെ ഞാനിപ്പം ഒരുമിച്ച് പോകാൻ പറ്റുവാണെങ്കിൽ കൗൺസിലിങ്ങിന് ഞാൻ റെഫർ ചെയ്യും. പലർക്കും കാണും ഇപ്പോൾ പ്രായം, അതായത് ചെറിയ ഏജിലുള്ളവരായിരിക്കും കൂടുതലും ഡിവോഴ്സസ് ഉണ്ടാവാറ്, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിവോഴ്സസ് ഉണ്ടാവാറില്ല. ആ ഒരു സ്റ്റേറ്റ്മെന്റ് സത്യം പറഞ്ഞാൽ കറക്റ്റാണ്. ഡിവോഴ്സ് എപ്പോഴും വേണമെങ്കിൽ സംഭവിക്കാം, മനസ്സിലായി. ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്ന സമയത്തിന് എന്നെ വിളിച്ചത് ഒരു 60+ ഉള്ള ഒരു ലേഡിയായിരുന്നു. എന്ന് വെച്ചാൽ റിട്ടയറൊക്കെ ആയിക്കഴിഞ്ഞ് വീട്ടിൽ ഇരുന്നിട്ട് ഒട്ടും സമാധാനമില്ല, അയാൾ കുടിച്ചിട്ട് വന്ന് ബഹളം വയ്ക്കുകയാണ്, അങ്ങനത്തെ ഒരു സമയം. അപ്പം നമുക്ക് അതിനൊന്നും ഒരില്ല. കുറച്ച് കഴിഞ്ഞ് എല്ലാവരും എനിക്ക് ഇനിയെങ്കിലും ഒന്ന് ജീവിക്കണം. ഒരു മിഡിൽ ഏജ് കഴിഞ്ഞിട്ടാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഇതുവരെ ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആർക്കോ വേണ്ടി ജീവിച്ചു, ഇനിയെങ്കിലും എനിക്ക് സമാധാനമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവൻ. ഏജ് ഡസൻറ്റ് മാറ്റർ. പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് വളരെ കുറവാണ്. ആ യങ് ഏജിലുള്ള ഡിവോഴ്സ് റേറ്റ് നമ്മളിപ്പോൾ കോടതിയിൽ ഫയൽ ചെയ്യണം നോക്കുകയാണെങ്കിൽ ഒരു 40 അല്ലെങ്കിൽ 35+, അല്ലെങ്കിൽ ഇപ്പം പിന്നെ ന്യൂലി മാരീഡ് ഒരു 2-3 ഇയേഴ്സിനുള്ളിൽ ഇങ്ങനെയൊക്കെയാണ് കൂടുതലും വരുന്നത്. മറ്റത് റേറ്റ് കുറവാണ്, പക്ഷെ ഒരിക്കലും ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലേ അവർ ആ സമയത്ത് മക്കൾക്ക് വേണ്ടിയിട്ട് അപ്പം പിള്ളേരെല്ലാം ഒന്ന് സെറ്റിലായും തോന്നുമ്പം കൂടുതലും വരുന്നത് സ്ത്രീകളാണ്. പിന്നെ ഞാൻ സ്ത്രീ ആയത് കാരണമായിരിക്കും എന്നിലേക്ക് അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത്. റിട്ടയറൊക്കെ ആയതിനു ശേഷം എനിക്കിനി വയ്യ മാം, അടുത്തു, ഇതിൽ നിന്ന് എനിക്കൊരിത് വേണം എന്ന് പറഞ്ഞ് വരാറുണ്ട്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഷോർട്ട് ഫിലിമിൽ ഇതുപോലെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഡൊമസ്റ്റിക് അബ്യൂസ് അനുഭവിക്കുന്ന ഒരു ലേഡിയാണ് അതിൽ ലീഡ് റോള്. ബട്ട് അവർക്ക് ആ റിലേഷനിൽ നിന്ന് വിട്ടു പോകാൻ പറ്റുന്നില്ല. ഈ ആളില്ലെങ്കിൽ ഇവർക്ക് ഈ ഒരു ഡൊമസ്റ്റിക് അബ്യൂസും വയലൻസും ഒക്കെ കഴിഞ്ഞിട്ട് ഇവർ മൈൻഡ് കൊണ്ട് എന്തോ ഒരു ലൂപ്പിൽ പെട്ടുപോയി. അതില്ലാണ്ടും പിന്നെ ഇവർക്ക് പറ്റൂല. ഇവര് മറ്റേ ഒരു സ്ലേവ് പോലെ അങ്ങനെ നിൽക്കുന്നവരെ ഞാനിങ്ങനെ ആ ഒരു ഷോർട്ട് ഫിലിമിലൂടെ ഒരുപാട് കമന്റ്സ് കണ്ടു. ഇങ്ങനെ അതായത് ചില ഒരു ട്രോമ ബോണ്ട് എന്നൊക്കെ പറയുമല്ലോ, ആ ട്രോമ ബോണ്ടിങ് പോലെ അവർക്ക് അതില്ലാതെ ഒരു നിലനിൽപ്പില്ല എന്നൊരു തോന്നലുണ്ടാവും. അപ്പോൾ അത് അങ്ങനെയുള്ളവർ ഒരുപാട് അതിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കും. മിക്കപ്പോഴും പിള്ളേരെ അവരെ സഹായിക്കുന്നത്, അവരെ മക്കളുണ്ടല്ലോ, മക്കളിത് കണ്ടുവന്നിട്ട് അമ്മ ഇതല്ല എന്ന് പറഞ്ഞ് സേവ് ചെയ്തിട്ട് മക്കള് സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള സ്ത്രീകളെ എനിക്കറിയാം എന്നുള്ളവരുണ്ട്. അപ്പം അത് എന്നാലും അവർക്ക് പിന്നെയും തിരിച്ചു പോകാനുള്ളൊരു ടെൻഡൻസിയും എൻ്റെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടതാണ്, ഞാൻ എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തു പോയി, റിഗ്രറ്റ് ഉണ്ട്, അങ്ങനെ എങ്ങനെയൊക്കെ തോന്നുന്നു. അതൊക്കെ കുറേയൊക്കെ മാനസികമാണ്. പിന്നെ ഒരു സിസ്റ്റം അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ച് നമ്മൾ ചെറുതിലേ മുതലേ നമ്മൾ ഈ സൊസൈറ്റിയിൽ തന്നെയാണെങ്കിൽ വീട്ടിൽ തന്നെയാണ് അടുക്കളയിൽ ജോലി ചെയ്യുന്ന അമ്മ, പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ, ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ട് വളർന്ന കുറച്ച്
കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ. അതിൽ തന്നെ ഈ ഭാര്യ വിചാരിക്കണം എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു എനിക്ക് ഇയാളിൽ നിന്ന് അടി കിട്ടിയാലും ഞാൻ അയാൾക്ക് സെർവ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് എനിക്ക് സമ്പാദിച്ചു കൊടുക്കണം. ഇപ്പം എൻ്റെ ഫാമിലിയിൽ വെച്ചാൽ എൻ്റെ പപ്പയും മമ്മിയും അങ്ങനെ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയ വീട്ടിലാണെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അവിടുത്തെ അമ്മയാണെങ്കിൽ അദ്ദേഹം നല്ലോണം ഉപദ്രവിക്കും, അതായത് എൻ്റെ ഹസ്ബൻഡിന്. എന്നിട്ട് വൈകുന്നേരം നല്ല ഉപദ്രവിച്ച് അടിയൊക്കെ കൊടുത്തതിന് ശേഷം പോയിട്ട് ഫുഡ് കൊടുക്കും അവർക്ക് വന്നിട്ട്. അപ്പം ഞാൻ വിചാരിക്കും ഇത് എങ്ങനെ പറ്റുന്നു, ഇതൊക്കെ ഇവരെ കൊണ്ട് കഴിഞ്ഞാൽ അവരത് റൂട്ടീനായി, അതൊരു വിഷയമില്ലാത്ത പോലെ നല്ല ഇടിയൊക്കെ കിട്ടിയാലും ഇങ്ങനെ ആക്കി കൊണ്ടുപോയിട്ട് ഫുഡ് കൊടുക്കുന്ന ആ സ്ത്രീകളും ഇവിടെ ഉണ്ടെന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് അതിശയം തോന്നുന്നത്. അതെ അതെ, ഈ ഒരു സംഭവം തന്നെ ജനറേഷണലായിട്ട് ഈ ട്രോമാസ് ഇങ്ങനെ കൈമാറുന്നവരെ നമ്മൾ കാണാറുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഈ ട്രോമാസ്, അതായത് അമ്മയ്ക്ക് കിട്ടിയ ട്രോമ അതേപോലെ തന്നെ നീ സഹിച്ചു നിൽക്കണം. ഇതിപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാം എം എസ് സിംഗിൾ പേഴ്സൺ നോ. അപ്പം എൻ്റെ അമ്മ മദറിൻലോ ഒരു ഫംഗ്ഷൻ ഇരുന്ന് പറയാന്ന് വെച്ചാൽ ഞാൻ ഇത്രയും സഹിച്ച് ജീവിച്ചില്ലേ, ഞാൻ ഇത്രയും അടിയൊക്കെ ഉണ്ടില്ലെങ്കിൽ ഞാൻ എന്ന് വെച്ചാൽ ഭയങ്കര പ്രൗഡായിട്ട് പറയുന്നുണ്ട് ഞാൻ സഹിച്ചു. എന്ത് നേടി, ആർക്ക് നേടി, ആര് പറഞ്ഞു? അന്നത്തെ ഗതികേട് കൊണ്ടായിരിക്കാം. ഇപ്പം നമ്മൾ ആ തല്ലും കൊണ്ട് ജീവിക്കേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. അത് എൻ്റെ കൊച്ചിന് കൊടുക്കുന്ന മെസ്സേജ് വളരെ റോങ് ആയിരിക്കാം. അല്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെയുള്ള എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് എല്ലാത്തിനും ബാധിക്കുന്നുണ്ടായിരിക്കും. ഇപ്പം അമ്മായിയമ്മയായിട്ടൊക്കെ ഞാൻ നല്ല ടേംസിലാണ് സംസാരിക്കാമെന്നുണ്ടെങ്കിൽ, പക്ഷെ അവരുടെ ആ ഒരു കൺസെപ്റ്റ് വെച്ച് അവർ പറയുന്നതെന്ന് വെച്ചാൽ അതാണ് ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ക്ഷമിക്കണം, മക്കൾക്ക് വേണ്ടി സഹിച്ച് ക്ഷമിച്ച് ജീവിക്കണം എന്നുള്ള രീതിയിൽ. അതൊരിക്കലും പാസ് ചെയ്യരുത് ബാക്കിയുള്ളവർക്ക്. ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിൽ 100% ലിറ്ററസി ഉണ്ട്. ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം, +2 വിദ്യാഭ്യാസം കിട്ടിയ ആളുകളാണ് എല്ലാവരും. ബട്ട് സ്റ്റിൽ നമ്മൾ ഈ ഒരു കുറച്ച് 2-3 വർഷങ്ങളായിട്ട് ഒരുപാട് സൂയിസൈഡൽ കേസസാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ ലിറ്ററസി ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും ഈ പെൺകുട്ടികൾ ഇങ്ങനെ സൂയിസൈഡിലോട്ട് പോകുന്നത്? അവരൊരു ജോലി നോക്കുന്നില്ല, അവരെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചിന്തിക്കാതെ പോകുന്നത്? നമ്മൾ പറയില്ലേ, എഴുത്തും വായന അറിഞ്ഞാൽ പോരല്ലോ. നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സെൽഫായിട്ട് ലവ് ചെയ്ത് നമ്മൾ വേർത്തുണ്ട്, അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് എന്താണ്, ഇങ്ങനത്തെ ഒന്നുമില്ല. ഒരുപാട് കോമ്പറ്റീഷൻ മോഡിലല്ലേ നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് വരുന്നത്. ഇപ്പം ഞാനൊരു നല്ല അഡ്വക്കേറ്റ് ആയിരിക്കും, അതിൻ്റെ അർത്ഥം ഒരു നല്ല വ്യക്തിയാവണം, അല്ലെങ്കിൽ എനിക്ക് എത്രത്തോളം ക്ഷമയുണ്ട്, സഹാനുഭൂതിയുണ്ട്, എത്രത്തോളം ഞാൻ ബാക്കിയുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നു, അതൊക്കെ വ്യക്തി രൂപീകരണമാണ്. ഒരിക്കലും മറ്റേ നമ്മുടെ വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്. ഒരു മാനിൻ്റെ പെർഫെക്ഷനാണ് എഡ്യൂക്കേഷനാണ് മാറ്റുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് എഡ്യൂക്കേഷൻ ഒരാൾ മാറ്റുന്നുണ്ട്. പക്ഷേ ബേസിക്കായിട്ട് ഒരു വ്യക്തി എന്ന് പറയുമ്പം അവൻ്റേതായിട്ടുള്ള ഇൻബർത്തായിട്ടുള്ള ഒരു അനുകമ്പയാവാം, സഹാനുഭൂതിയാവാം, പാർട്ട്ണറോടുള്ള ഇതാണ് റെസ്പോൺസിബിലിറ്റി, ഇങ്ങനെ കുറേ. അതേപോലെ തന്നെ ക്ഷമിക്കാനുള്ള പ്രോബ്ലം സോൾവിങ്. ഈ കുട്ടികൾക്കൊക്കെ ഈ പെട്ടെന്ന് വരുന്ന ഹോപ്പൊക്കെ നഷ്ടപ്പെടും. ഇപ്പം മാരേജ് എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവം പോലെ അവർ വിചാരിക്കും. ഇറ്റ്സ് ഓൺലി എ പാർട്ട് ഓഫ് ലൈഫാണ്. അത് അഥവാ പോയാലും ഇനിയും കിടക്കുന്നു ജീവിതം എന്ന് വിചാരിക്കാതെ ഇത് ഭയങ്കര മാരേജ് സംഭവം എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കും. ഹോപ്പ് നഷ്ടപ്പെടും. അവിടുത്തെ വയലൻസ് ആകുമ്പോൾ ഇനി എനിക്ക് ജീവിതം ഇല്ലയെന്ന് തോന്നും, നേരെ സൂയിസൈഡിലേക്ക് പോകും. അപ്പോൾ അവർക്കത് അതിനുള്ള മെൻ്റൽ ഹെൽത്ത് ഇല്ല, അല്ലെങ്കിൽ മെൻ്റൽ കപ്പാസിറ്റി ഇല്ല. ഇപ്പം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ അങ്ങനെയാണ്. നിനക്ക് ഇനി ഒരു ജീവിതം ഉണ്ടെങ്കിൽ ഇതാണ് ജീവിതം. നിനക്ക് ജീവിതം കിട്ടി, ഒരു ജീവിതം കൊടുത്തു. എൻ്റെ അടുത്തൊന്ന് പെൺപിള്ളേർ പറയണത് എൻ്റെ ജീവിതം പോയി. ഞാൻ ചോദിച്ചാൽ എങ്ങനെ പോയി? അല്ലെങ്കിൽ ഞാൻ അവൾക്കൊരു ജീവിതം കൊടുത്തു. ആരാ ജീവിതം കൊടുക്കാനും എടുക്കാനും ഒക്കെ? നമ്മളുടെ ജീവിതം നമ്മുടെ കയ്യിലായിരിക്കുന്നത്, മനസ്സിലായി? പണ്ട് എപ്പോഴോ ഒരു ആഫ്റ്റർ സെപ്പറേഷന് ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, ഞാനൊരു ജീവിതം തരാം. നന്നാ ഞാൻ ചിന്തിച്ചത്, ഇയാളാരാ എനിക്കൊരു ജീവിതം ഓൾറെഡി ഉണ്ടല്ലോ, എനിക്കൊരു ജീവിതം ഇയാളായിട്ട് എനിക്ക് തരണമെന്നാണ്. ജീവിതം ഇല്ലേ, ഞാനിപ്പോൾ ഒന്നും ജീവിക്കാതെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്തയൊക്കെ മാറ്റണം. നമ്മൾ ഏതോ റീൽസ് കണ്ടപ്പോൾ കല്യാണം കഴിക്കണേ എന്തിനാ ചോദിച്ചപ്പോൾ ചെക്കന്മാർ പെമ്പിള്ളേർ പറയണ വാക്ക, അതൊരു ജീവിതം കിട്ടും എന്ന്.
ഇതാണോ ജീവിതം എന്ന് പറയുന്നത്. ആ തെറ്റിദ്ധാരണ അപ്പോഴവർക്ക് തോന്നും, അയ്യോ എൻ്റെ ജീവിതം നശിച്ചു, ഇനി എനിക്ക് ജീവിതം ഇല്ല എന്ന് തോന്നുമ്പോഴേ ഈ സൂയിസൈഡൊക്കെ വരുന്നത്. അതുപോലെ ഒരു ഫൈറ്റ് ഒക്കെ നടക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും കേട്ട് 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 തഴമ്പിച്ച സ്റ്റേറ്റ്മെന്റാ, ഞാൻ അവൾക്ക് ആവശ്യത്തിൽ കൂടുതൽ ഫ്രീഡം കൊടുത്തിട്ടില്ലേ. കൊടുത്തിട്ടില്ല, ആ സ്റ്റേറ്റ്മെന്റ് തന്നെ ഒരു വൃത്തികെട്ടാണ്. പക്ഷെ മാറി വരുന്നുണ്ടല്ലോ ഇപ്പൊ വന്നിട്ട്. പിന്നെ ചിലർ വന്ന് എന്നോട് വന്നിട്ട് മാഡത്തിന് അറിയാം ഞാനൊന്ന് തല്ലിയിട്ട് പോലും ഇല്ലാന്ന്. അതായത് തല്ലുക എന്ന് പറയുന്നത് പറയുന്നുണ്ട്, എന്നാൽ ഞാനൊന്നും അവളെ തല്ലിയിട്ട് പോലും ഇല്ല, ഞാൻ ഒരു സാധനം അവരെ വീട്ടിൽ നിന്ന് വാങ്ങിയിട്ടില്ല. പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ അവരൊന്നും ഉദ്ദേശിക്കാതെ പറയുന്നത്. അവളെ കയ്യിൽ നിന്ന് എന്ന് വെച്ചാൽ അവരെന്തോ വലിയ കാര്യം ചെയ്ത പോലെ, ഞാനൊന്ന് സ്ത്രീധനമോ ഒന്നും അവരെ വീട്ടിൽ നിന്ന് ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല, ഞാനൊന്നും തല്ലിയിട്ട് പോലും ഇല്ല. നോർമലാണ്, പക്ഷെ ഇവരെന്തോ ഭയങ്കര കാര്യങ്ങൾ ചെയ്ത പോലെ പറയുന്നു. ഞാൻ എന്തോ അനുവദിച്ചു കൊടുക്കൂല, സ്റ്റേറ്റ്മെന്റ് അലോ ചെയ്യൂല, സ്റ്റോപ്പ്. അതുകൊണ്ട് ചിലപ്പോൾ സ്ഥിരമായിട്ട് ആ ഒരു സെഷൻ കഴിയുന്നവർ ഈ ക്ലയൻസിന് സംസാരിക്കാൻ തന്നെ സൂക്ഷിച്ചായിരിക്കും. അല്ല, നമ്മളത് ചെയ്തില്ലെങ്കിൽ എന്താ അവർ റീതിങ്ക് ചെയ്യില്ല, അവരപ്പോഴാണ് വിചാരിക്കണം അത് ശരിയാണല്ലോ, പിന്നെ അവരത് പറയില്ല. ഞാനവിടെ സൈലന്റ് ആയിരുന്നു, അവൻ അത് പിന്നെയും ആവർത്തിക്കും. അത് വന്നിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ ഈ സൂയിസൈഡിൻ്റെ സംഭവം പറഞ്ഞപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ദുബൈയിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ ഈ കുട്ടിയുടെ തന്നെ പേരൻസിൻ്റെ റിയാക്ഷൻ, ഫാദറിൻ്റെയൊക്കെ ന്യൂസിൽ വരുമ്പോൾ അവരുടെ ബൈറ്റ്സ്, അവരുടെ റിയാക്ഷൻസ് കാണുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ആലോചിച്ചു, ലൈക്ക് പേരൻസ് കുറച്ച് മുമ്പേ ഒരു സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ എന്ന്. പല പേരൻസിനും, അതായത് തുടക്കത്തിലെ കണ്ടാലും ഈ പറയുന്ന ഈ സെയിം പോയിന്റ് തന്നെ, നാട്ടുകാരെന്ത് വിചാരിക്കും, ഇത്രയും ആഡംബരത്തിൽ കല്യാണം കഴിപ്പിച്ച് വിട്ടതല്ലേ അതെന്നുള്ള രീതിയിൽ. ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ, നമ്മൾ ഈ വെള്ള പൊതിഞ്ഞ് വരണേക്കാൾ എത്രയോ നല്ലത് കൊച്ചു ജീവനോടെ വരുന്നത്. നമുക്ക് കല്യാണം കഴിയുമെന്ന് പറഞ്ഞാൽ മക്കളല്ലാണ്ടാവില്ലല്ലോ, മനസ്സിലാവുന്നുണ്ടോ? അപ്പം എന്നും പറഞ്ഞ് എന്താ വെച്ചാൽ ചെറിയൊരു പ്രശ്നത്തിൽ ഓടിവാന്ന് പറഞ്ഞ് വിളിക്കുന്നതല്ല, മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന. ആ വിസ്മയുടെ വോയിസ് ഒരു പ്രാവശ്യം ഞാൻ കേട്ടിട്ട് എനിക്ക് കണ്ണ് നിറഞ്ഞു. അതിനകത്ത് അച്ഛാ ഞാൻ തിരിച്ചു വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ, മക്കളെ ഇതാണ് കുടുംബം, നീ അങ്ങ് സഹിച്ച് നിൽക്ക് എന്നാണ് ആ ഫാദർ തൊട്ടില്ല അത് പറഞ്ഞോണ്ട്. പക്ഷെ ഇതല്ല മോനെ കുടുംബം, നീ ഇങ്ങ് വാ, നമുക്ക് നോക്കാം, പരിഹരിക്കാം എന്ന് പറയുമ്പോൾ അവൾക്ക് മരണത്തിനേക്കാളും അപ്പുറമായിട്ടൊരു ഹോപ്പുണ്ട്, പോകാനൊരു വീടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് താങ്ങാൻ എൻ്റെ അച്ഛനും അമ്മേനും ഉണ്ട് എന്നൊരു തോട്ട് ഇവർക്ക് ഉണ്ടാവും. അപ്പോൾ എന്തുണ്ടെങ്കിലും ഇവിടെ ഉണ്ട് ഒരാൾ, എൻ്റെ പാരൻസ് ഉണ്ട് എന്നുള്ളത് അവർക്ക് ഒരിക്കലും മരണത്തിലോട്ട് തള്ളിവിടുന്നതന്നെ. പക്ഷെ ചിലവർ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ എങ്ങനെ അച്ഛനും അമ്മ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് അയച്ചതല്ലേ, ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ, അവരെ വിഷമിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് സഹിച്ച് ജീവിക്കുന്ന പെൺപിള്ളേരും ഉണ്ട് ഒരു പരിധി വരെ വന്നിട്ട്. എപ്പോഴും മാഡത്തിന് വന്ന കേസസിലെല്ലാം സ്ത്രീകൾ തന്നെ ആയിരുന്നോ അതിനകത്തെ സർവൈവേഴ്സ്? എപ്പോഴെങ്കിലും തിരിച്ച് വരാറുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ സ്ത്രീ ആയത് കാരണമായിരിക്കാം എനിക്ക് വരുന്ന ഒരു 90%-ഉം ക്ലയൻസ് സ്ത്രീകളാണ്. പക്ഷെ എന്തെങ്കിലും 10%-ഓളം പുരുഷന്മാരും വന്നിട്ടുണ്ട്. ഒരുപാട്. അവർ എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ജനറലൈസ് ചെയ്തിട്ട് സ്ത്രീ മാത്രം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ കൂടുതലും സ്ത്രീകളാണ് അതിനകത്ത് വിക്ടിം ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പുരുഷന്മാരുണ്ട് ഒരുപാട് വിഷമിക്കുന്നതും വിഷമിപ്പിക്കുന്നതും സഹിക്കുന്നതും ഭയപ്പെടുത്തുന്നതും. സൂയിസൈഡ് ഞാനിപ്പോൾ മരിച്ചു കളയും, പിന്നെ ലോസിനെ മിസ്യൂസ് ചെയ്യുന്നത്, നിങ്ങളെ ഞാൻ വെറുതെ വിടൂല, ഞാനിപ്പോൾ അവിടെ നിന്ന് അബ്രോഡിൽ നിന്ന് ഇപ്പോൾ എത്തിക്കും നിങ്ങളെ, അങ്ങനെയുള്ള രീതിയിൽ വീട്ടുകാരെ ടോർച്ചർ ചെയ്യുന്ന നേരെ തിരിച്ചുമുണ്ട്. ഒരിക്കലും നമുക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ ലോസ് നോക്കുകയാണെങ്കിൽ പൊതുവേ നമ്മുടെ ലോസിലെല്ലാം തന്നെ സ്ത്രീകൾക്ക് കുറച്ചുകൂടെ മുൻഗണന കൊടുക്കുന്ന രീതിയിലാണ്. ബട്ട് അത് മിസ്യൂസ് ചെയ്യുന്നതായിട്ടും ചിലർ നമ്മൾ ഫീൽ ചെയ്യാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴേക്കും വിക്ടിംസിന് അത് കിട്ടുന്നില്ല എന്ന് തോന്നും. കാരണം ഇങ്ങനത്തെ ഫേക്ക് കേസുകൾ വന്നപ്പോൾ സുപ്രീം കോടതിയാണെങ്കിലും ഹൈക്കോടതിയാണെങ്കിലും ഭയങ്കരമായിട്ട് വിമർശിക്കുന്നുണ്ട്. ഈ സെക്ഷൽ അബ്യൂസ് ഉൾപ്പെടെയുള്ള ഇങ്ങനത്തെ ഫേക്ക് കേസുകൾ വന്നിട്ട് മാരിറ്റൽ റിലേഷൻഷിപ്പിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സെക്ഷൻ 85, പണ്ടത്തെ 498 ആയിരുന്നു, ഇപ്പോൾ NBNSൽ 85 പ്രകാരം വന്നിട്ട് അത് മാരിറ്റൽ വൈഫ്, അതായത് മാരീഡ് ആയിട്ടുള്ള വൈഫിന് വേണ്ടി മാത്രമുള്ള ഒരു വകുപ്പാണ്. അതിനെ വന്ന് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. കോടതികളൊക്കെ അത് സപ്പോർട്ടും ചെയ്യുന്നില്ല, അതിങ്ങനെ വന്ന ഫേക്ക് കേസുകൾ. പക്ഷേ എന്നും പറഞ്ഞ് 1-2 ഫേക്ക് ഉണ്ടോയെന്ന് പറഞ്ഞ് മറ്റതില്ലാതുമല്ല, എല്ലാം അങ്ങ് അടച്ച് നമുക്ക് പറയാനും പറ്റില്ല. ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള
അമിതമായിട്ടുള്ള സ്ത്രീധനം നിലനിൽക്കുന്നുണ്ട്, അതിൻ്റെ പീഡനം നടക്കുന്നുണ്ട്, ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ട്, ഹരാസ്മെൻ്റ് ഉണ്ട്, എല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇടയിൽ ഫേക്ക് കേസുകൾ ഇടയ്ക്ക് വരുന്നുമുണ്ട്, മറ്റാൾ അതൊരു വെപ്പണായിട്ട് ഉപയോഗിക്കാനായിട്ട്. സ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ഡിവോഴ്സ് കേസസിൽ ഏറ്റവും കൂടുതൽ റീസൺസ് വരുന്നത് മെയിൻ സംഭവം ഈ പറയുന്ന ഡൊമസ്റ്റിക് അബ്യൂസ് തന്നെയാണോ? എല്ലാം വരും ഇവിടെ. എനിക്ക് ഒരിക്കലും വന്നിട്ടേ ഈ ഒരു കാരണമാണ് അല്ലെങ്കിൽ ഈ ഒരു കാരണമാണെന്നൊന്നും പറയാൻ പറ്റില്ല. പല 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 റീസണാണ്. നമുക്കൊരു കോമൺ റീസൺ ഞാൻ ഇതുവരെ 26 വർഷം കൊണ്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. എന്തെങ്കിലും പറയാൻ പറ്റുവാണെങ്കിൽ ഒരു വ്യത്യാസം വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹർജി ഫയൽ ചെയ്യുന്ന കൂടുതലും പെൺപിള്ളേരാണ്. അത് നമുക്ക് നോക്കുകയാണെങ്കിൽ അത് ഫയൽ ചെയ്യാൻ പറ്റും. പെൺകുട്ടികൾക്ക് വന്നിട്ട് കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഒരു മാറ്റം വരുന്നത്. മറ്റേന്ന് വെച്ചാൽ എക്സ്ട്രാ റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ വീട്ടുകാരുടെ ഇൻഫ്ലുവൻസ് ആവാം, ആൽക്കഹോൾ ആവാം, അല്ലെങ്കിൽ ഡ്രഗ്സ് ആവാം, പിന്നെ വ്യക്തിത്വ പ്രശ്നങ്ങളുണ്ടല്ലോ, കോമ്പറ്റബിൾ അല്ലാത്ത റിലേഷൻഷിപ്പ്, അങ്ങനെ പല 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 റീസൺസ് ആവാം. നമുക്ക് ഒരിക്കലും ഒരു കോമൺ പോയിന്റിലോട്ട് എത്താൻ പറ്റില്ല അത് വന്നിട്ട്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും 12th കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ കോഴ്സസ് പഠിച്ച് ആ രീതിയിൽ പോകുന്ന നല്ല രീതിയിലാണ് ആളുകൾ ജോലിയെടുത്ത് പോകുന്നത്. ബട്ട് നമ്മുടെ ഒരു സ്കൂൾ കാലഘട്ടത്തിലാണെങ്കിലും ഒന്നും ഫാമിലി വാല്യൂസിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുന്നതായിട്ടോ പഠിപ്പിക്കുന്നതായിട്ടോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അതിൻ്റെ ആവശ്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്കെന്ന് വെച്ചിട്ട് ബേസ് എന്ന് പറയുന്നത് വീട് തന്നെയല്ലേ, നമ്മളല്ലാതെ അല്ലല്ലോ. ഒരു വീടെന്ന് പറയുമ്പോഴേക്കും ഒരു ജനറൽ ആയിട്ടുള്ള ന്യൂട്രൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തേത്. നമ്മൾ അമ്മ എന്ന് പറഞ്ഞ് നമ്മൾ സ്കൂളിൽ പഠിച്ചത് എന്താ? അമ്മ എപ്പോഴും കരുണാവതിയും കാരുണ്യതും സ്ത്രീയായിട്ട് എല്ലാം വിളമ്പി കൊടുക്കുന്നതും, അച്ഛൻ വന്നിട്ട് ഏതാണ്ട് ഒരു യജമാനന്റെ ഫിഗറും, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സ്കൂളിൽ മുതൽ അമ്മയെക്കുറിച്ചൊക്കെ കവിതയൊക്കെ നമ്മൾ ചെറുതെ കുഞ്ഞു സ്കൂളിൽ മുതൽ അങ്ങനെയാണ് നമ്മൾ അന്നൊക്കെ പഠിപ്പിച്ച് വന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റം ഒക്കെ മാറിയിട്ട് എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്. അതിപ്പോൾ ഈവൺ ഒരു LKG പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അവൻ്റെ ഉത്തരവാദിത്തങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിട്ട് സിസ്റ്റമേ മാറണം, അത് ബേസ് വന്നില്ല. അല്ലാതെ വന്നിട്ട് ആദ്യമേ തന്നെ വക്കീൽ എഞ്ചിനീയർ ആക്കാമെന്നുള്ള രീതിയിൽ A+ കിട്ടുന്ന രീതിയിൽ മാറ്റാതെ ലൈഫിലെ വാല്യൂസ്, പേഴ്സണാലിറ്റി അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഏത് രീതിയിൽ നല്ല രീതിയിൽ എങ്ങനെ ഒരു വ്യക്തി വികസിപ്പിച്ച് കൊണ്ടുവരാം, അതാണ് മെയിനായിട്ട് നമ്മൾ ഓർക്കുന്നത്. ഓരോ വ്യക്തിയാണ് നമ്മളിപ്പോൾ വിവാഹബന്ധത്തിലും പ്രശ്നങ്ങൾ വരുന്നത് ആ വ്യക്തിയുടെ വരുന്ന പ്രശ്നങ്ങളാണ്. ആ വ്യക്തിക്ക് ചിലപ്പം ഒട്ടും സഹിക്കാനുള്ള ക്ഷമയുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു എന്താ പറയുക എമ്പതി ഉണ്ടാവില്ല, മറ്റാളോടുള്ള ഒരു ഇതുണ്ടാവും, ഒരു കരഞ്ഞ തന്നെ ഇന്ന് ഡേറ്റ് ബോഡി എന്നുള്ള രീതിയിൽ പറയും, അല്ലെങ്കിൽ അവളുടെ വിഷമം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി ഇല്ല, ഇങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഒരു വ്യക്തി മാറിയാലേ ഒരു സമൂഹമേ, ആദ്യം ഒരു വ്യക്തി മാറണം, പിന്നെ ഒരു കുടുംബം മാറണം, എങ്കിലേ ഒരു സൊസൈറ്റിക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും സെപ്പറേറ്റ് മാറി താമസിക്കുന്നത് തന്നെയല്ലേ നല്ലത്? എനിക്ക് തോന്നിയിട്ടുള്ളത് മാറി താമസിക്കുന്നതാണ്. പക്ഷെ ചില സമയത്ത് എന്താ പറയുക, നമ്മൾ പഴയ കാലത്തിലുള്ള ഒരു ഇതുണ്ടല്ലോ, ഗ്രാൻഡ് പാരൻസും ഇതൊക്കെ ഇൻവോൾവ്മെൻ്റ് ഒന്നും കൂടുതൽ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് ഇവരുടെ ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ കൊച്ചിനെ പാല് കൊടുക്കണത് ഇങ്ങനെ ആയിരിക്കണം, മറ്റത് കുളിപ്പിക്കണത് ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ അനാവശ്യ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഫാമിലി ആണെങ്കിൽ അതൊരു സ്വപ്നം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് ഒരു കൂട്ടുകുടുംബമൊക്കെ. പക്ഷെ അത് അവരവർ തന്നെ തീരുമാനിക്കുക, നല്ല അത് നമുക്കൊന്നും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ മോള് കല്യാണം കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ജീവിക്കാനാണ് ആഗ്രഹിക്കണമെങ്കിൽ അവൾ ജീവിച്ചോട്ടെ. ഇപ്പം ഞാൻ ഒരിക്കലും എൻ്റെ മോളുടെ കൂടെ പോയി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്. എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതേപോലെ ഓരോ വ്യക്തികളാണ്. അതേസമയം എനിക്ക് വന്നിട്ട് അയ്യോ എനിക്കിനി കുഞ്ഞുമാവേ കാണണോ, എൻ്റെ മോളുടെ കൂടെ തന്നെ ജീവിക്കണം എന്നും പറഞ്ഞും കൊണ്ട് ഞാൻ അവരുടെ ലൈഫിലോട്ട് പോകുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പറഞ്ഞൊരു ഫാമിലി ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ കമൻസ് പുറത്തുനിന്ന് വരും, കുട്ടികളാകുന്നില്ലേ, അതുപോലെ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ പാല് കൊടുക്കണം, ഇങ്ങനെ പാല് കൊടുക്കണം, ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് കുട്ടി അങ്ങനെ ആയത്, അങ്ങനെ ഇഷ്ടം പോലെ കമൻസ് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരം കമൻസുകളൊക്കെ എപ്പോഴെങ്കിലും നേരിട്ടിട്ടുണ്ടോ? എൻ്റെ പേഴ്സണൽ ലൈഫിലുണ്ട് ഇഷ്ടം പോലെ വന്നിട്ട്. അതൊന്നും ആലോചിച്ച് നോക്കി, സിംഗിൾ പാരൻ്റ് ആണ്. അപ്പോഴെപ്പോഴും എന്ന് വെച്ചിട്ട് അച്ഛനില്ലാതെ വളർന്ന കുട്ടി എന്ന് പറയുമ്പോഴേക്കും എനിക്കൊരു ഡബിൾ പ്രഷറായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ മൊത്തം കുറ്റങ്ങളല്ലേ. പക്ഷെ ഞാൻ ഒരിക്കലും അവളെ വളർത്തി എന്ന് പറയാൻ പറ്റില്ല. അവൾ വളർന്നു, ഞാൻ നോക്കിയിരുന്നു, മനസ്സിലായില്ല. അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു A+ ആക്കണം ഇന്നേ വരെ പഠിപ്പിച്ചിട്ട് പോലുമില്ല. അവൾ വളർന്നു ഞാൻ നോക്കിയിരുന്നു. എന്നിട്ട് അവൾക്കറിയാമായിരുന്നു ശരിയും തെറ്റും ഒക്കെ. പിന്നെ നമ്മൾ എൻ്റെ പപ്പയുടെ മമ്മിയുടെയൊക്കെ സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. കോടതിയിൽ എൻ്റെ കൂടെ വരുമായിരുന്നു ചെറുതിലേ മുതൽ. പിന്നെ മിടുക്കിയായിട്ട് വളർന്നു. ഇന്ന് 22 വയസ്സ് ഐ എം പ്രൗഡായിട്ട് പറയാൻ പറ്റും എനിക്ക് വന്നിട്ട്.
അതുപോലെ തന്നെ എല്ലാ ഡിവോഴ്സിൻ്റെയും കാരണം ഇപ്പം ഹസ്ബൻഡും വൈഫും മാത്രമായിട്ടുള്ളൊരു പ്രശ്നങ്ങളായിരിക്കും. ഈ അമ്മായിയമ്മ പോര് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സ്റ്റിൽ ഉണ്ടല്ലോ. അപ്പോൾ ആ രീതി കൊണ്ട് മാത്രം ഡിവോഴ്സ് ആയിട്ടുള്ളവരും ഉണ്ടോ? വെളിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ. അമ്മായിയമ്മ പ്രത്യേകിച്ച് അമ്മ ബോയ് ആണെങ്കിൽ എപ്പോഴാന്ന് വെച്ചാൽ അമ്മ ഓൾവേസ് റൈറ്റ് എന്നായിരിക്കും. എന്ന് വെച്ചാൽ ഞാനും പറയണല്ലോ, എൻ്റെ ഫസ്റ്റ് വൈഫ് എന്ന് പറയുന്നത് അമ്മ എന്നുള്ള രീതിയിൽ അമ്മ എപ്പോഴും റൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി അമ്മ പറയണ കേൾക്കണം എന്നുള്ള അഡമണ്ടായിട്ടുള്ള ഒരു സ്വഭാവം ഉള്ളവരാണെങ്കിൽ ഇവരുടെ ഫാമിലി ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് പഴയ ആ കാലഘട്ടത്തിലുള്ള ഈ എന്താ പറയുക കത്തിക്കുന്ന അമ്മായിയമ്മ ആ ലെവൽ മാറി. ഈ അമ്മായിയമ്മ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കേൾക്കുന്നത് എങ്ങനെയാണ്, ഭർത്താവിൻ്റെ അമ്മയല്ലേ. ഇവിടെ വേറൊരു ഇതുകൊണ്ട് ഭാര്യയുടെ അമ്മ, അത് അവിടെ ഇരുന്നും കൊണ്ട് 24/7 ഇങ്ങനെ റഡാർ പോലെ ഇവരുടെ കാര്യത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇടപെട്ട് തൊലച്ചിട്ടുള്ള കേസുകളും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പം നമ്മളെപ്പോഴും കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാർട്ട്, അതായത് കല്യാണം കഴിഞ്ഞ് വന്നു കഴിയുമ്പോഴേക്കും പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ നമ്മളെ സീനിൽ നിന്ന് മാറി ഇവിടെ മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല. രാവിലെ വന്നിട്ട് എന്ത് കഴിച്ചു, നീ എന്തിനാ ഇപ്പോൾ ചായ അടുക്കള പോയത്, നിനക്ക് എന്താ ചെയ്യുന്നുണ്ട്, നീ നിനക്ക് റെസ്റ്റ് എടുത്തൂടെ, നീ എന്താ ക്ഷീണിച്ചിരിക്കണേ എന്നും പറഞ്ഞ് 24/7 വീഡിയോയിൽ വന്നിട്ട് ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അവിടെ ഒരു സാധനം ഉണ്ട്. അപ്പം ദേവി ഏത് അവർ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവരെ വഴിക്ക് വിടുക. നിങ്ങളുടെ ജീവിതം കഴിഞ്ഞല്ലോ, നിങ്ങൾ ജീവിച്ചല്ലോ, ഭർത്താവും ഭാര്യയും പിള്ളേരും ഒക്കെ ആയി. ഇനി ശിഷ്ട ജീവിതം നിങ്ങളെ കാര്യങ്ങൾ നോക്കൂ. ഇവർക്കൊരു ആവശ്യം വരണ സമയത്ത്, ഞാൻ പാരൻസിൻ്റെ അടുത്താണ് പറയുന്നത്, അതായത് പെണ്ണിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തും ആണിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തും ഇവർക്കൊരു ആവശ്യം വരുമെന്ന് നിങ്ങളടുത്ത് ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഒരു സൈഡ് മാത്രം കേൾക്കാതെ 2 സൈഡും കൂടെ കേട്ടിട്ട് വയ്ക്കുക. ഇൻ്റർഫിയർ ചെയ്യാതിരിക്കുക. അവർ അഡൾട്ട്സാണ്, കല്യാണം കഴിക്കാൻ പ്രായപൂർത്തിയായി കല്യാണം കഴിച്ചവരാണ്, അവർ ജീവിച്ചോട്ടെ. ഈ പറയുന്ന പോലത്തെ കേസസിൽ അപ്പോൾ ഇങ്ങനൊരു കേസ് വരുമ്പോഴത്തേക്ക് ഇവിടെ കൗൺസിലിംഗ് അപ്പോൾ നമ്മൾ ആർക്കാ കൊടുക്കാറ്? കൗൺസിലിംഗ് ഒരിക്കലും ഒരാൾക്ക് മാത്രം പറ്റത്തില്ലല്ലോ. നമ്മളൊരു കൗൺസിലിംഗ് കൊടുക്കുമ്പം ആ വ്യക്തിയെ മാത്രം പറ്റില്ല, നമ്മൾ ആ ഫാമിലി ഫുള്ള്, അതായത് അവരുടെ ആ സർക്കിളിലുള്ള ആ അമ്മയാവാം, അമ്മായിയമ്മയാവാം, എല്ലാവർക്കും ആ ഫാമിലി ഫുള്ള് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടായിരിക്കും ഇവർക്ക് പ്രശ്നങ്ങൾ വരുന്നത്. അല്ലാതെ ഇവർ തമ്മിൽ മാത്രമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പായി, ആൽക്കഹോളാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ആണെങ്കിൽ ചിലപ്പോൾ ഇവർ തമ്മിൽ യോജിക്കാൻ പറ്റുന്നില്ല, സംശയരോഗമാണ്, അതിലൊന്നും അമ്മയ്ക്കൊന്നും ഒരു റോളില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇവർ രണ്ടിനും ഒരു കപ്പിൾ തെറാപ്പിയൊക്കെ എടുത്താൽ ശരിയാവുമായിരിക്കാം. പക്ഷെ മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി എല്ലാം ഇൻവോൾവ് ആയിട്ട് ആകെ ഇങ്ങനെ അവയിൽ വരുവാണെങ്കിൽ എല്ലാത്തിനും ശരിയാക്കും. ചിലപ്പോൾ അതിൽ നിന്നൊന്ന് സെപ്പറേഷൻ നിങ്ങൾക്ക് മാറി താമസിക്കാനായിരിക്കാം ബെറ്ററായിട്ട് തോന്നുന്നത്. അത് സൈക്കോളജിസ്റ്റിലേക്ക്. ഇപ്പം നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഡിവോഴ്സ് ലോയറാണ്, എനിക്കങ്ങനെ ഒരു ഓവർ അഡ്വൈസ് കൊടുക്കാൻ പറ്റില്ല. എൻ്റെ എന്തെങ്കിലും അനുഭവത്തിൽ നിന്നോ ഞാൻ നടത്തിയ കേസിൽ നിന്നോ കൊടുക്കാൻ പറ്റും. ഒരു പ്രൊഫഷണൽ അഡ്വൈസ് കൊടുക്കണമെങ്കിൽ അതിന് സൈക്കോളജിസ്റ്റ് തന്നെ വേണം. ബട്ട് സ്റ്റിൽ കൗൺസിലിംഗ് കൊണ്ട് 1 or 2 അല്ലെങ്കിൽ 5 or 10 സിറ്റിംഗ് കൊണ്ട് ഒരാളുടെ ക്യാരക്ടർ കംപ്ലീറ്റ്ലി നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റില്ല. അത് ബിൽഡായിട്ട് കുറച്ചൊക്കെ മാറ്റങ്ങൾ റിയലൈസേഷൻ കൊടുക്കാൻ പറ്റും ചിലർക്ക് വന്നിട്ട്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയത് കാരണമായിരിക്കാം എനിക്ക് കുറച്ച് മാറ്റം വരുത്താൻ പറ്റും. പക്ഷേ ഒരു 23 വയസ്സ് വരെ ഒരാളുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ബിഹേവിയർ എല്ലാം ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിലൊക്കെ കുറേയൊക്കെ മാറ്റങ്ങളൊക്കെ കൗൺസിലിംഗ് കൊണ്ട് മാറ്റാമെന്നല്ലാതെ അങ്ങനെ ഒരാളെ നമുക്കെല്ലാം മാറ്റിയെടുക്കാൻ പറ്റില്ല. ഇപ്പം നൂർജഹാൻ എന്ന് പറഞ്ഞ വ്യക്തിയില്ലേ, ആ വ്യക്തിയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. അതുമായിട്ട് യോജിച്ച് വരുന്ന ഒരാൾക്ക് മാത്രമേ പാർട്ട്ണറായിട്ട് കൂടെ നിൽക്കാൻ പറ്റും. മറ്റേന്ന് വെച്ചാൽ എല്ലാത്തിനും കുറ്റങ്ങൾ കണ്ടുപിടിച്ച് നീ ഇതല്ലല്ലോ അതല്ലല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. ഇവരെ കൗൺസിലിംഗ് ഒന്നും ഒരു പരിധി വരെ നമുക്ക് മാറ്റാനും പറ്റുള്ളൂ. അല്ലാതെ ഒരു വ്യക്തിയെ നമുക്ക് മുഴുവനായിട്ട് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കൗൺസിലിങ്ങിൽ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു ഒത്തുപോകാൻ പറ്റാത്ത ഒരു കപ്പിൾ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്യുന്നത് അവരുടെ മക്കളായിരിക്കും അല്ലെ വീട്ടിൽ. ഈ ഒരു അടി വഴക്ക് ഇതൊക്കെ കണ്ട് പിള്ളേർക്ക് ഇതൊരു ഭയങ്കര ട്രോമ ആയിരിക്കും. ഞാനിങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ട് ലൈഫ് ലോങ് ഈ പറയുന്ന ഇത് കണ്ട് പാനിക് അറ്റാക്സ് വരുന്ന കുട്ടികളെ വരെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടികളുടെ സിറ്റുവേഷൻ ഭയങ്കര മോശമാണ്. കാരണം അവർ ചെയ്യുന്നത് തമ്മിലില്ല ദ്രോഹം ചെയ്യുന്നത്. അവർ ദ്രോഹം ചെയ്യുന്ന അവരുടെ ആഗ്രഹപ്രകാരമാണ് കുഞ്ഞുങ്ങൾ തന്നെ ജനിക്കുന്നത്. അല്ലാതെ കുഞ്ഞുങ്ങൾ വന്നിട്ട്
എന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങ് ഓടി വന്നതും അല്ല. അപ്പോൾ ഇവർക്ക് രണ്ടാൾക്കും ഉത്തരവാദിത്വമുണ്ട് ആ കുഞ്ഞിൻ്റെ മാനസിക ശാരീരിക വളർച്ചയ്ക്ക് വേണ്ടിയുള്ള എൻവോൾവ്മെൻറ്റ്. കുട്ടികളെന്ന് പറഞ്ഞാൽ ഇവർ അച്ഛൻ്റെ അമ്മയുടെ മാത്രം ഒരു സമൂഹത്തിൻ്റെ ഒരു അസറ്റാണ് കുട്ടികളെന്ന് പറയുന്നത്. ആ കുട്ടികളിൽ നല്ല രീതിയിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തങ്ങൾ രണ്ടു പേർക്കുണ്ട്, പാരൻസിനുണ്ട്. അപ്പോൾ അവരത് മുൻതൂക്കം കൊടുക്കേണ്ടത് അവരുടെ പ്രശ്നങ്ങളെക്കാളും കൂടുതൽ കുഞ്ഞുണ്ട്, കുഞ്ഞിൻ്റെ മുമ്പേ വെച്ച് നമ്മൾ സംസാരിക്കരുത്, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഒരു തരത്തിലും ബാധിക്കരുത്. അത് അത്രയും നല്ല ഒരു മെച്യൂർഡായിട്ടുള്ള ചിന്തിക്കുന്ന രണ്ട് പേർക്ക് മാത്രമേ അങ്ങനെ ചെയ്യൂ. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ വാശി, വൈരാഗ്യം, ദേഷ്യം, കുട്ടി എന്ന് പറയുന്നതൊക്കെ അവർക്ക് വിഷയമേ അല്ല. മനസ്സിലായില്ലേ? അവർ തമ്മിൽ രണ്ടുപേരും ഫൈറ്റ് കഴിക്കുക, ജയിക്കുക എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. ചില സ്ത്രീകൾ വന്നിട്ട് ഞാനും കൊച്ചിന് കൊടുക്കൂല, ഞാൻ കുട്ടികളും കൊച്ചിലും കൂടെ, എനിക്ക് ഭയങ്കര ദേഷ്യം വരും. ഞാൻ പിന്നെ സ്പേം കളക്ട് ചെയ്തിട്ടല്ലല്ലോ കുട്ടി ഉണ്ടാക്കിയത്, അല്ലാതെ ഫാദറാണ്. ഫാദർ ഹാവ് ദ റൈറ്റ്. അതിന് കുട്ടിക്ക് ഒരു റൈറ്റ് ഉണ്ട്. ഫാദറിന് സ്നേഹം കിട്ടാനുള്ള അവകാശം കുഞ്ഞിനും ഉണ്ട്. അത് നമുക്ക് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വേറെ, പക്ഷെ കുഞ്ഞുങ്ങളെ ഇതിൻ്റെ ഇടയിലോട്ട് വലിച്ചിടുന്നത്, കുഞ്ഞുങ്ങളെന്ന് പറയുന്ന നാളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രോമ എല്ലാം വലിച്ചുകൊണ്ട് പോയിട്ട് അവനൊരു വേറൊരു വൃത്തികെട്ട ഒരു ക്രിമിനൽ ആവാം, അല്ലെങ്കിൽ വേറെ രീതിയിലാവാം, ആ റിലേഷൻഷിപ്പിൽ മോശം സ്വഭാവമാവാം. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലും എനിക്ക് ഒരിക്കലും എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ ജീവിച്ച് ഡൊമസ്റ്റിക് വയലൻസ് കണ്ട് വളർന്ന ഒരു മകനാണ് അയാൾ. അദ്ദേഹത്തിന് വന്ന സമയത്ത് ഒരു സ്ത്രീ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ സ്ത്രീ ഇതാണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കാം എൻ്റെ അടുത്തോട്ടും എൻ്റെ ആ രീതിയിൽ. അപ്പോൾ എനിക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അതിൽ ഞാൻ എൻ്റെ കുട്ടീനെയും ആ ഒരു എൻവയോൺമെൻറ്റിൽ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നാളെ അവൾ പുരുഷന് റിബലാവും. അവൻ പുരുഷൻ എന്ന് പറയുന്നത് വേറൊരു വൃത്തികെട്ട ഒരു ജന്തുവിനെ പോലെ അവള് കാണും. അതെ അതെ, അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ജനറേഷനിലായിട്ട് ഈ ഒരു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. എപ്പോഴെങ്കിലും ഇതുപോലെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്ന കുറച്ച് സ്റ്റോറീസ് കാണുമല്ലോ, ഇങ്ങനത്തെ ഡിവോഴ്സ് കേസസിന്റെ കൂട്ടത്തിൽ, അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ. എനിക്കാണെങ്കിൽ ബാക്കി ഈ ഹസ്ബൻഡും വൈഫായിട്ടുള്ള ഫൈറ്റ് ഒന്നും എനിക്ക് വലിയ, അത് ഞാൻ ഇതായി കണ്ടു വന്നിട്ട് കുട്ടികളുടെ വിഷമങ്ങളുണ്ടല്ലോ പല സമയത്തും. കുഞ്ഞുങ്ങൾ വന്നിട്ട് ഇങ്ങനെ പിടിച്ചു വെക്കുന്ന മറ്റേ ആളുടെ അടുത്ത് ഇഷ്ടം ഉണ്ടായിരിക്കുക, ഫാദറിൻ്റെ അടുത്ത് പോകണമെന്നുണ്ടാവും, പക്ഷേ ഈ അമ്മ പിടിച്ചു വെക്കുക, എന്നിട്ട് കുറച്ച് വിടുമ്പോഴേക്കും ഓടിപ്പോകുന്നത്, അച്ഛൻ്റെ അടുത്തോട്ട് ഓടിപ്പോകുന്നത്, ഇതൊക്കെ എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ട് തന്നെ. അതേപോലെ തന്നെ തിരിച്ചാണെങ്കിലും എന്താ പറയുക, ഒരു അച്ഛൻ മോൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ആ അമ്മയും അമ്മയുടെ ബോയ് ഫ്രണ്ടും കൂടെ ഒരുപാട് ടോർച്ചർ ചെയ്ത കേസുകൾ. അപ്പോൾ ആ കുഞ്ഞ് അത്രയും സഫർ ചെയ്യേണ്ടി വന്നത് എന്ന് വെച്ചാൽ അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഒരു തെറ്റും ചെയ്തിട്ടില്ലേ കുഞ്ഞുങ്ങൾ. അവർ ഈ ലോകത്ത് വന്നിട്ട് അവർ ഡിസേർവ് ചെയ്യുന്ന നല്ലൊരു ലൈഫ് അവർ പെട്ടുപോയ അവസ്ഥയാണ്. നമുക്ക് ബാക്കി ഇച്ചിരി അഡൾട്ടാകുമ്പോൾ ഇറങ്ങിപ്പോയി വല്ല ഹോസ്റ്റലിൽ നിൽക്കുക, ഇറങ്ങിപ്പോയി. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഹെൽപ്ലെസ് ആണ് അവർ പേടിച്ച് അരണ്ട് എവിടെയെങ്കിലും പോയി മൂലയ്ക്കിരുന്ന് അവർക്ക് അവരുടേതായിട്ടുള്ള അത് പുറത്തോട്ട് കാണിക്കാനും പറ്റുന്നില്ല. ഇതൊക്കെ ചൈൽഡ് തെറാപ്പിസ്റ്റിനെ കണ്ട്, അല്ലെങ്കിൽ അവരാണ് ശരിക്കും ഇതിനൊക്കെ ഇൻ്റർവ്യൂ മറുപടി പറയേണ്ടത്, ഞാനല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണലി ശരിക്കും പറഞ്ഞാൽ പല സമയങ്ങളിൽ ഒരു റോളർ കോസ്റ്റർ ആയിരിക്കും അല്ലേ ഈ ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്. അത്രയും ഫ്രജൈലായിട്ടുള്ള സംഭവങ്ങളല്ലേ. ഒരു ഫാമിലി പിന്നെ ഇല്ല. പല സിറ്റുവേഷൻസ് നമുക്കപ്പോൾ ഈ ഒരു പറയുന്ന കോർട്ടിലാണെങ്കിലും അത്രയും ഇമോഷണൽ ഡ്രാമാസിലൂടെ ആയിരിക്കും മൊത്തം പോകുന്നത് അല്ലേ. അതാണ് ഭയങ്കര എന്താ പറയുക, ചില സമയത്ത് നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. പക്ഷെ സമയം കുറേ കാലം കഴിയുമ്പോഴേക്കും ഞാൻ ചിലപ്പോൾ ഇവരെയൊക്കെ കാണുമ്പോഴുണ്ടല്ലോ, എനിക്ക് ഇവരുടെ ആ വളർച്ച കാണുമ്പോൾ, അതിപ്പോൾ സിംഗിളായിട്ട് ഒരു സ്ത്രീ കരഞ്ഞു കൂവി ഇങ്ങനെ വിഷമിച്ചൊക്കെ എൻ്റെ ഫ്രണ്ടിലൊക്കെ വന്നിരിക്കും. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർ എന്നെ കോൺടാക്ട് ചെയ്യുമോ, അല്ലെങ്കിൽ എന്നെ എബ്രോഡൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ അന്നത്തെ ആളും ഇന്നത്തെ ആളും വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഐ വാസ് റൈറ്റ്, ഐ എം റൈറ്റ് എന്ന് പറഞ്ഞ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നീട് വന്നിട്ട്. അപ്പോൾ അത് കാരണം എനിക്ക് എന്താ പറയല്ലേ, ഇവര് ലീഗലി എനിക്ക് ഇവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം, പോരാത്തതിന് ഇമോഷണലി സപ്പോർട്ട് കൊടുക്കുകയും വേണം. അത് പിന്നെ അതിന് എൻ്റെ ഫുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീമും പെൺകുട്ടികളും മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് പെൺകുട്ടികൾ വെച്ചാൽ ഈക്ക് ഇവർക്ക് കുറച്ച് കൂടുതലാണ്. ഇമോഷണൽ കോൺഷ്യൻസ് പെൺകുട്ടികൾക്ക് ഇച്ചിരി കൂടുതൽ എമ്പതെറ്റിക്കാണ് കുറച്ച്. അവർ കുറച്ചുകൂടെ ഒന്ന് ചിലപ്പോൾ അവർ ഹഗ് ചെയ്യും, എനിക്ക് പോകും. കുട്ടികൾ വരുവാണെങ്കിൽ അവർക്ക് ചോക്ലേറ്റ് ഒക്കെ കൊടുത്തിട്ട് അവർ അങ്ങനെ ഒരു കംഫർട്ട് ലെവലിൽ വെക്കും. ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും ഇവർക്ക് ഇമോഷണലി ഇംബാലൻസ് ആയിട്ട് ഇവർ വിളിക്കണം. അതിനാണ് ഞാൻ സൈക്കോളജിസ്റ്റിനെയൊക്കെ വയ്ക്കുന്നത്. വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ഇത്. എന്നിട്ട് നമുക്ക് ബാക്കി രോഗം പോലെ എടുക്കാനും പറ്റില്ല. നമ്മുടെ ഈ പബ്ലിക് റിയാക്ഷൻസ് ഒക്കെ എടുക്കുന്ന കുറച്ച് പേജസ് ഒക്കെ ഉണ്ട്. ഞാനൊരു ദിവസം കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ അന്തം വിട്ടിരിക്കുക, ഈ പിള്ളേരെന്താ ഇങ്ങനെ പറയുന്നതെന്ന്. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാ, +2 പഠിക്കുന്ന പിള്ളേരൊക്കെ.
എന്താണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ പറയുന്നത് 18+2 കഴിയുമ്പോൾ കല്യാണം കഴിക്കണം, 18 വയസ്സാകാൻ നോക്കിയിരിക്കുക, കെട്ടാൻ നിൽക്കുക, അങ്ങനത്തെ പിള്ളേര് സ്റ്റിൽ ഉണ്ട്. അപ്പോൾ ഇപ്പോഴും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ വീണ്ടും ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ എന്താ ചേഞ്ച് ആവാത്തെ അങ്ങനെ തോന്നാറുണ്ട്. കണ്ടിട്ട് ഇവരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ചില ഇങ്ങനെ കുഞ്ഞു പിള്ളേരുടെ കൊണ്ടുവന്ന് ഇന്റർവ്യൂ എന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്റർവ്യൂ എടുക്കുന്ന ചാനലിനോടാണ് എനിക്ക് ദേഷ്യം വരുന്നത്. റോങ് മെസ്സേജ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും കൊടുക്കുന്ന ഒരു മെസ്സേജസ് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 18 എന്ന് പറയുന്നത് ഒരു ലീഗൽ മാരേജ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. 18 എന്ത് മെച്യൂരിറ്റിയാണ് ഉള്ളത്? ഒരു മാരേജ് എന്ന് പറയുന്നത് സെൽഫായിട്ടൊരു മെച്യൂർഡായിട്ട് സെൽഫ് സ്റ്റാൻഡായിട്ട് എനിക്കൊരു ലൈഫ് പാർട്ട്ണർ വേണം, ഒരിക്കലും ഒരു സെക്സ്വൽ പാർട്ട്ണർ അല്ല അത്. അതൊക്കെ നമുക്ക് വെളിയിൽ ആർക്കാണെങ്കിലും നടക്കാൻ പറ്റും. എല്ലാ പട്ടിക്കും പൂച്ചയ്ക്കും ഉള്ളതുപോലെ തന്നെ പുരുഷനും സ്ത്രീക്കും ഉള്ള ഒരു വികാരം തന്നെയാണ് സെക്സ് എന്ന് പറയുന്നത്. അതിനു വേണ്ടി കല്യാണം കഴിക്കുക അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടല്ല. എനിക്ക് ഇനി ഇങ്ങോട്ട് വരുമ്പം ഒരു ഫാമിലി വേണം, എനിക്കൊരു പാർട്ട്ണർ വേണം, അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ചിന്തിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാമോ, നാളെ ഒരു കുഞ്ഞ് വേണോ വേണ്ടേ, ഇങ്ങനെയൊക്കെ ഒരു കുടുംബം ബിൽഡ് ചെയ്യണം. അത് അത്രയും മനോഹരമായിട്ടൊരു ചിത്രം പോലെ അല്ലെങ്കിൽ ഒരു മനോഹരമായിട്ടുള്ളൊരു ശില്പം പോലെ ഉണ്ടാക്കേണ്ട സാധനം ആണ്. അതെല്ലാം നിസ്സാരം പോലെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വരച്ച് കളഞ്ഞ് പോകേണ്ട സാധനം അല്ല ഒരു കുടുംബം. അങ്ങനെ വരുമ്പോഴേ അതിലുണ്ടാവുന്ന കുട്ടികളും നാളെ നല്ലൊരു എന്താ പറയല്ലേ ഒരു ശില്പി ഉണ്ടാക്കി വെച്ച ഒരു കലാരൂപം പോലെ ആയി മാറാൻ പറ്റും, നല്ല പാരൻസ് ആവാൻ പറ്റും, നല്ല വ്യക്തികളെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ആണുങ്ങൾ ഇമോഷണൽ ആകരുത്, ആണുങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. എപ്പോഴെങ്കിലും മാമിൻ്റെ അടുത്ത് ഇമോഷണലി അത്രയും വീക്കായി അവരുടെ ഒരു വൾനറബിൾ സൈഡ് കണ്ടിട്ടുണ്ട്? എൻ്റെ മുമ്പേ വന്ന് കരയുന്ന ഒരുപാട് പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വന്നിട്ട് തേങ്ങി കരയുന്ന ആണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ലല്ലോ, മനുഷ്യരല്ലേ അതിന്. ചില സ്ത്രീകളൊന്നും കരയാറേ ഇല്ലല്ലോ, വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഇമോഷൻസ് പ്രകടിപ്പിക്കാനുള്ളത് തന്നെയാണ്. ഇപ്പം മാസം ഞാൻ നോക്കുമ്പോഴേക്കും എല്ലാവരും വിചാരിക്കും വളരെ ബോൾഡാണ്, വളരെ സ്ട്രോങ് ആണ്. ഞാൻ നിലവിളിച്ച് കൂവി കരയുന്ന ഒരു വ്യക്തിയാണ്, സിനിമ കണ്ട് കരയുന്ന ഒരു വ്യക്തിയാണ്. സാധാരണ എൻ്റെ മുമ്പേ ഇരുന്ന് ക്ലയൻസ് കരയുമ്പം കൂടെ കരഞ്ഞിട്ടുണ്ട് ഞാൻ വന്നിട്ട്. അപ്പോൾ അതൊക്കെ ഒരു മോശമായിട്ട് ഒരിക്കലില്ല. ആണെന്നോ പെണ്ണെന്നോ ഇല്ല, മനുഷ്യരാണ് നമ്മൾ. ചില സമയത്ത് നമ്മൾക്കറിയും നമ്മൾ റോബോട്ടാണെന്നും അല്ല വന്നിട്ട്. അത് ഇങ്ങനെ നമ്മൾ ഒരു കുറച്ചിലായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മക്കളെ കിട്ടാതെ വന്നിട്ട് കരയുന്ന അച്ഛന്മാർ, ഫാദർ എൻ്റെ മുമ്പേ വന്നിട്ട് കരഞ്ഞ അച്ഛന്മാരുണ്ട്. എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടീനെ എനിക്കൊന്ന് കാണിച്ചതാ മാഡം എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. അതേപോലെ ഒരുപാട് സ്നേഹിച്ചിട്ട് ഭാര്യ വേറെ റിലേഷൻഷിപ്പിലൊക്കെ പോയിട്ട് അലറി വിളിച്ച് കരയണ പുരുഷൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉണ്ട് ആൾക്കാർ വന്നിട്ട്. അതൊരിക്കലും പുരുഷനെന്ന് പറയുന്നത് കരയരുതെന്നും ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കണോ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ മാറി, അതൊക്കെ പണ്ട് സിനിമയിൽ കണ്ടിട്ടുള്ളൂ. കമ്മ്യൂണിക്കേഷൻ ഒരു റിലേഷൻഷിപ്പിൽ അതെങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്? സത്യം പറഞ്ഞാൽ വളരെ ആവശ്യമായിട്ടുള്ളതാണ്. എവിടെ കമ്മ്യൂണിക്കേഷൻ നിന്നോ അവിടെ വന്നിട്ട് നമ്മൾ വിചാരിച്ചുകൊള്ളണം ആ മാരേജ് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. ഒരാൾ മാത്രം എങ്ങനെ ഒരു സൈഡ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ മാത്രം അങ്ങനെയല്ല. മറ്റിടത്തു നിന്നുകൊണ്ട് അങ്ങോട്ട് ടൂ വേ ആണ് സാധനം. പരസ്പരം ഒരു ട്രാൻസ്പെറൻസി വരാനും എന്തും ഷെയർ ചെയ്യാനും. ഒരു ആർഗ്യുമെൻ്റ് അല്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ഒരു ഫൈറ്റും അല്ല കമ്മ്യൂണിക്കേഷൻ. എന്തും അങ്ങ് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കമ്മ്യൂണിക്കേഷൻ. പാർട്ട്നേഴ്സ് തമ്മിൽ ഏറ്റവും വേണ്ടതും അത് തന്നെയാണ്. എന്തുണ്ടെങ്കിലും പറയാൻ പറ്റുന്ന ഒരാൾ, എന്തുണ്ടെങ്കിൽ അത് ജഡ്ജ്മെൻ്റൽ ആവാതെ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തല്ലാതെ അത് കറക്റ്റായിട്ട് അവളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ അവൻ്റെ ഇമോഷൻസ് സിറ്റുവേഷൻസ് മനസ്സിലാക്കി. ഇപ്പോൾ ഒരു ജോബ് തന്നെ ഒരു ചെക്കൻ വിട്ടു അടുത്തൊരു ജോബിൽ, എന്തിനാ നിങ്ങളിപ്പോൾ ജോബ് വിട്ടേ എന്ന് പറയുമ്പോൾ പിന്നെ അവ അത് പറയൂല അവിടെ വന്നിട്ട്. അപ്പോൾ ആ ജോബ് വിട്ടതിന് റീസൺ ഉണ്ടാവാം, എന്താണെന്ന് വെച്ചാൽ കാര്യം നോക്കാം, നമുക്ക് വേറെ ജോബ് നോക്കാം, അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ മെയിനായിട്ടുള്ളൊരു തന്നെ. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവില്ല, പിന്നെ സൈലൻ്റ് ആണ്, പിന്നെ അങ്ങോട്ട് ഇതിങ്ങനെ എന്താ പറയുക അവർ തമ്മിലുള്ള ഇത് റിലേഷൻഷിപ്പും ഇത് ഗ്യാപ്പ് കൂടിക്കൊണ്ടേയിരിക്കും. ഈ മാരിറ്റൽ റേപ്സിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റിൽ അങ്ങനെ ഒരു ന്യൂസ് വന്നാലും കുറച്ച് ഒരു 10 കമൻസ് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൽ ഒരു കമൻറ്റെങ്കിലും കാണും.
അതായത് മാരേജ് കഴിഞ്ഞാൽ അതെങ്ങനെയാ റേപ്പ് ആകുന്നതെന്ന് സ്റ്റിൽ കൺഫ്യൂഷൻ ഉള്ള ആളുകൾ. അതിപ്പോഴും അത് അറിയാൻ മേലഞ്ഞിട്ട്. പക്ഷെ നമുക്ക് ഇന്ന് ഇന്ത്യയിൽ ആ മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ക്രിമിനലൈസ് ചെയ്തിട്ടില്ല. അതായത് ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ, ഉഗാണ്ട പോലുള്ള കുറേ ഈ മുസ്ലിം കൺട്രീസ്, അങ്ങനത്തെ താലിബാൻ പോലുള്ള കൺട്രീസിലൊക്കെയാണ് മാരിറ്റൽ റേപ്പ് ഇപ്പോഴും ക്രൈം അല്ലാത്തത്. അതേസമയം ബാക്കി എല്ലാ ഡെവലപ്ഡ് കൺട്രിയിലും മാരിറ്റൽ റേപ്പ് ആണ് എങ്കിൽ അത് റേപ്പ് തന്നെ. റേപ്പിസ്റ്റ് ഓൾവേസ് റേപ്പിസ്റ്റ്, മനസ്സിലായി? അത് ഹസ്ബൻഡ് ആണെങ്കിൽ പോലും. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഇന്നത്തെ നിയമസംഹിതയിൽ പറഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ എക്സെപ്ഷനുണ്ട്. റേപ്പ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് കൺസെൻറ്റ് ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തുന്നതാണ് റേപ്പ്. വിത്ത് കൺസെൻ്റ് ആവാം. വിത്ത് കൺസെൻ്റ് എന്ന് പറയുമ്പോഴേക്കും ഏതെങ്കിലും രീതിയിൽ കള്ളം പറഞ്ഞ് ഇപ്പോൾ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞ് വാങ്ങുന്നു, അല്ലെങ്കിൽ ഫ്രോഡ് കാണിച്ച് കൺസെൻറ്റ് മേടിക്കുന്നു, ത്രെട്ടൺ ചെയ്ത് കൺസെൻറ്റ് മേടിക്കുന്നു. അതേപോലെ ഹസ്ബൻഡ് ആണെങ്കിൽ റേപ്പ് അല്ല. അങ്ങനെയാണ് വച്ചിരിക്കുക. എക്സെപ്ഷണൽ കേസ് വെച്ചിട്ടുള്ളത്. ഹസ്ബൻഡാണ് റേപ്പ് ചെയ്തെങ്കിൽ അതെങ്ങനെയാണ് അതൊരു ക്രൈം അല്ലാതാവുന്നത്? ഇപ്പോൾ മാരിറ്റൽ എന്ന കല്യാണം എന്ന് പറയുന്നത് ലൈഫ് ലോങ് സെക്സ് സ്ലേവ് ആയിട്ടിരിക്കാമെന്നുള്ളൊരു ലൈസൻസ് ഒന്നുമല്ല. അവരുടെ മാനസിക ശാരീരിക അവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഇരിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഒരു സെക്ഷൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റേതായിട്ട് സെക്സോളജിസ്റ്റിനെ കാണണം, തെറാപ്പിസ്റ്റിനെ കാണണം. റേപ്പ് ചെയ്യല്ല അതിനുള്ള പരിഹാരം. അതിനൊരിക്കലും ന്യായീകരിക്കാനും പറ്റില്ല. അത് ക്രിമിനലൈസ് ചെയ്യണം എന്ന് തന്നെയാണ് ആസ് എ പേഴ്സൺ, വ്യക്തി എന്നുള്ള നിലയിൽ. കാരണം അതിൻ്റെ ട്രോമ അനുഭവിച്ച സ്ത്രീകൾ ഒരുപാട് എൻ്റെ അടുത്തോട്ട് വരുന്നു. ഒരു പ്രായം കഴിയുമ്പോൾ ഒരു 45 അല്ലെങ്കിൽ 50 ഒക്കെ ആവുന്ന ഒരു സ്ത്രീക്ക്, ഒരു മെനോപാസിൻ്റെ ഒക്കെ സമയത്തിലിരിക്കുന്ന സമയം, ഈ സമയത്തൊക്കെ എന്ന് വെച്ചാൽ അവർക്കൊരു സെക്ഷൽ അർജ് വളരെ കുറവായിരിക്കും. അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു എമ്പതിയോ കാണിക്കാതെ അവരെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് അവർ കൂടുതൽ ട്രോമയിലോട്ട് വിടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതങ്ങനെയൊക്കെ അനുഭവിക്കുമ്പോഴേക്കും ഡിവോഴ്സും ചെയ്യാൻ പറ്റൂല, ഇതിനെ കളയാനും പറ്റുന്നില്ല, സഹിക്കാനും പറ്റുന്നില്ല, ഈ ഒരു കാരണം ആയതുകൊണ്ട് പുറത്ത് പറയാനും പറ്റുന്നില്ല. ഒരു ഷൈനസ് വരും. പിന്നെ എല്ലാം ചോദിക്കുന്നത് വെച്ചാൽ ഭർത്താവിന് ഞാനൊരു പുരുഷനല്ലേ, എനിക്ക് വികാരങ്ങളില്ലേ എന്നും പറഞ്ഞ് ഭർത്താവ് നിൽക്കുകയും ചെയ്യും. പക്ഷേ ഈ സ്ത്രീയെ മനസ്സിലാക്കാനുള്ളൊരു കപ്പാസിറ്റി ആ ഞാനിനി വേറെ പോകണോ എന്നാണ് ചോദിക്കുന്നത്. വേറെ സ്ത്രീകളടുത്ത് പോകണോ? സ്റ്റക്കാവും. അപ്പോൾ പിന്നെ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ഫുൾ ബോഡി അത്രയും വീക്കായിട്ടുണ്ടാവും. എന്നിട്ട് അതൊക്കെ ഭയങ്കര ക്രൂരതയാണ് അത് കാണിക്കുന്നത്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.